സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനോജ് പൈസ മോഷ്ടിച്ച് നടത്തുന്ന വിവാഹമാണെന്നുള്ള കാര്യം സാഗറിൻ്റെ കുടുംബവും ശ്രീനിവാസൻ്റെ കുടുംബവും എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീനിവാസനും കൺമണിയും എല്ലാവരും. അപ്പം ശ്രീനിവാസനാണെങ്കിൽ ഭയങ്കര വിഷമം, സാഗറാണെങ്കിൽ ശ്രീനിവാസനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കൺമണിക്ക് വിഷമം താങ്ങാൻ പറ്റുന്നില്ല. കൺമണിയാണെങ്കിൽ നമ്മുടെ സുചിത്രയും സമാധാനിപ്പിക്കുന്നു. അപ്പോൾ കൃഷി പറയുന്നുണ്ട് സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പൈസ എടുത്തിട്ടുണ്ടാകും, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗറാണെങ്കിൽ കൃഷിനെയും കൂട്ടി അവരെ കാണാനായിട്ട് പോകുന്നു. ആ കറക്റ്റ് ടൈമിൽ കുറേ ഗുണ്ടകളാണെങ്കിൽ, അതായത് മനോജ് ആരുടെ കയ്യിൽ നിന്നാണോ പൈസ മോഷ്ടിച്ചത് ആ ഗുണ്ടകൾ കൺമണിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗുണ്ടകൾ വന്ന് ഇത്തിരി അലങ്കോലമൊക്കെ ഉണ്ടാക്കുന്നു. അതിനെ തുടർന്ന് കൃഷിയാണെങ്കിൽ ഈ കേസൊന്നും പോരാ, ഈ ചെയ്ത തെറ്റിന് 2 പൊട്ടീര് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളും കൃഷിയുമായിട്ട് പൊരിഞ്ഞടി കൂടുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആകെ പ്രശ്നമായെന്ന് തന്നെ പറയാം. സന്തോഷത്തോടെ മംഗളമായിട്ട് നടത്തേണ്ട മൈലാഞ്ചി കല്യാണം സങ്കടത്തിൽ അലങ്കോലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസനാണെങ്കിൽ സാഗറിനോട് പറയുന്നു, ഈ സാഹചര്യത്തിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? എന്താ ശ്രീനി, എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രൊമോ അവസാനിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കൺമണിയുടെ അച്ഛൻ സാഗറിനോട് പറയുന്നത്? മിക്കവാറും മനസ്സ് തകർന്ന് ശ്രീനിവാസൻ എന്തെങ്കിലും തീരുമാനം എടുക്കുകയോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സങ്കടം നിറഞ്ഞൊരു പ്രൊമോയാണ്. അപ്പോൾ കാത്തിരിക്കാൻ എന്തായി തീരുമെന്ന്. ഒരു ഭാഗത്ത് മാനസയും വരുണും ചേർന്നുണ്ടാക്കുന്ന പ്രശ്നമാണെങ്കിൽ മറുഭാഗത്ത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ മനോജ് ചെയ്ത ഒരു മണ്ടത്തരത്തെ തുടർന്ന് ഓൾറെഡി നമ്മുടെ സാഗർ പറഞ്ഞിട്ടുണ്ട്, പൈസ ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ചടങ്ങ് നടത്തിയാൽ മതി, ഞങ്ങൾക്ക് കൂടുതൽ സ്വർണമോ ശ്രീധനോ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കൺമണി മോളെ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കാണിച്ചു കൂട്ടിയ ഈ മണ്ടത്തരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന പ്രശ്നമെന്ന് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.